ഹലോ എവരി വൺ, ഈസി ബയോളജി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി? ബയോഡൈവേഴ്സിറ്റിയുടെ മീനിങ് ആ വേർഡിൽ തന്നെയുണ്ട്. ബയോ മീൻസ് ലൈഫ്, ഡൈവേഴ്സിറ്റി മീൻസ് വെറൈറ്റി. Biodiversity is defined as variation of life forms within a given ecosystem. ഒരു ആവാസ വ്യവസ്ഥയിൽ വരുന്ന ജീവജാലങ്ങളുടെ വൈവിധ്യത്തെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഫോറസ്റ്റ് എടുക്കാം. ഈ ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ആവാസ വ്യവസ്ഥ. ഈ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിൽ നമ്മൾ കാണുന്നത് ഒരൊറ്റ ടൈപ്പ് ജീവികളെ മാത്രമല്ല, അതിനകത്ത് ഒരുപാട് ടൈപ്പ് ജീവികളുണ്ട്. ബേർഡ്സ് ഉണ്ട്, ലയൺ ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, ആൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കണ്ണിന് കാണാൻ കഴിയാത്ത മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഇവയെല്ലാം ചേരുന്നതാണ് ഫോറസ്റ്റ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ ഈ എല്ലാ ഓർഗാനിസത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുമുണ്ട്, അതിൻ്റേതായിട്ടുള്ള പേരുകളുമുണ്ട്. ഇങ്ങനെ ഈ ഓരോ ജീവജാലങ്ങൾക്കും ശാസ്ത്രജ്ഞന്മാർ എങ്ങനെയാണ് അവയെ കണ്ടെത്തി പേരുകൾ നൽകിയത്, ഇവരെ എങ്ങനെയാണ് ഓരോ ക്ലാസ്സിലായിട്ട് തിരിച്ചത് എന്നുള്ളതാണ് തുടർന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരൊറ്റ ഫ്രൂട്ടിൻ്റെ പേരുകളാണ് ഈ കാണപ്പെടുന്നത്. പലതരത്തിലുള്ള പേരുകളാണ്. അത് എന്തുകൊണ്ടാണ്? ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പേരുകളായിരിക്കില്ല വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരൊറ്റ ജീവിക്ക് തന്നെ അല്ലെങ്കിൽ ഒരൊറ്റ പ്ലാന്റിന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളായിരിക്കും ഉണ്ടാവുന്നത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത തരമായിട്ടുള്ള പേരുകൾ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്താ? എവിടെ ചെന്നാലും അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അതിനെ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ശാസ്ത്രജ്ഞന്മാർ കൊണ്ടുവന്ന ഒരു ബെനഫിറ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് സയൻറ്റിഫിക് നെയിം എന്നുള്ളത്. നമ്മൾ പറഞ്ഞു ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആണ് സയൻറ്റിഫിക് നെയിം. അതുപോലെ ബൈനോമിയൽ നോമൻക്ലേച്ചറാണ്. സയൻറ്റിഫിക് നെയിമിൻ്റെ പ്രത്യേകത മറ്റുള്ള നെയിം പോലെയല്ല, അവ രണ്ട് പേരുകളുണ്ടായിരിക്കും. ഒരൊറ്റ ജീവിക്ക് തന്നെ രണ്ട് വേർഡ് ചേരുന്ന പേരായിരിക്കും. അതിൻ്റെ ഫസ്റ്റ് വേർഡ് ജനറിക് നെയിമും സെക്കൻഡ് വേർഡ് സ്പീഷീസ് നെയിമുമാണ്. ഫോർ എക്സാമ്പിൾ, മാഞ്ചിഫെറ ഇൻഡിക്ക, ഇതിൻ്റെ മാംഗോയുടെ സയൻറ്റിഫിക് നെയിമാണ് മാഞ്ചിഫെറ ഇൻഡിക്ക. ഇതിൻ്റെ ഫസ്റ്റ് വേർഡ് ജീനസ് നെയിമും സെക്കൻഡ് വേർഡ് സ്പീഷീസ് നെയിമുമാണ്. ഇതൊരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്, കരോലസ് ലിനസ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം എന്ന് പറയുന്നത് ഫാദർ ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചറാണ്. നമ്മൾ തൊട്ട് മുൻപേ സ്ലൈഡിൽ പറഞ്ഞു ബൈനോമിയൽ നോമൻക്ലേച്ചറാണ് സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത്. രണ്ട് പേര് ഉള്ള സിസ്റ്റം. ഈ സിസ്റ്റം കൊണ്ടുവന്ന ആളാണ് കരോലസ് ലിനസ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി എന്നും പറയും. അത് തുടർന്ന് നമ്മൾ പഠിക്കുമ്പോൾ ടാക്സോണമി എന്താണെന്ന് മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമിയും ബൈനോമിയൽ നോമൻക്ലേച്ചറിൻ്റെ ഫാദറും കരോലസ് ലിനസ്. ഇനി കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഈ പേരുകൾ നമ്മൾ സയൻറ്റിഫിക് നെയിം കണ്ടുപിടിക്കുമ്പോൾ അതിന് ചില റൂൾസും റെഗുലേഷൻസും ഉണ്ട്. അത് പാലിച്ച് മാത്രമേ നമുക്ക് ആ പേരുകളെ എഴുതാൻ സാധിക്കുള്ളൂ. അതിലെ ഫസ്റ്റ് റൂളാണ് ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ ആൻഡ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. എപ്പോഴും ബയോളജിക്കൽ നെയിം അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിം ലാറ്റിൻ എന്ന ഭാഷയിലായിരിക്കണം. അതുപോലെ തന്നെ അത് എഴുതേണ്ടത് ഇറ്റാലിക്സിലായിരിക്കണം. ഇറ്റാലിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, അത് ഒരു സൈഡിലോട്ട് ചെരിച്ചെഴുതുന്നതിനാണ് നമ്മൾ ഇറ്റാലിക്സിൽ എഴുതുക എന്ന് ഉദ്ദേശിക്കുന്നത്. താഴെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, മാഞ്ചിഫെറ ഇൻഡിക്ക, സൈഡിലോട്ട് ചെരിച്ച് എഴുതിയിട്ടുണ്ട്. ഈ മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറയുന്ന പേര് ലാറ്റിൻ ഭാഷയിലുള്ളതാണ്. രണ്ടാമത്തെ റൂൾ നോക്കാം. ഫസ്റ്റ് വേർഡ് മസ്റ്റ് ബി ജീനസ് വൈൽ സെക്കൻഡ് നെയിം ഈസ് സ്പീഷീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പോയിൻ്റ്. ആദ്യത്തെ വേർഡ് ജീനസും സെക്കൻഡ് നെയിം സ്പീഷീസുമാണ്. മാഞ്ചിഫെറ ഇൻഡിക്ക കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. ഒരിക്കലും നമുക്ക് തിരിച്ചെഴുതാൻ പറ്റത്തില്ല. ഇൻഡിക്ക മാഞ്ചിഫെറ എന്ന് എഴുതാൻ പറ്റില്ല, ഇങ്ങനെ എഴുതാൻ പറ്റും. നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത് ബോത്ത് വേർഡ്സ് ആർ സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ് ഇൻ ഹാൻഡ് റിട്ടൺ ഓർ പ്രിൻറ്റഡ് ഇൻ ഇറ്റാലിക്സ്. നമ്മൾ കൈകൊണ്ട് എഴുതുകയാണെങ്കിൽ ഈ സയൻറ്റിഫിക് നെയിം രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റാലിക്സിൽ പ്രിൻ്റ് ചെയ്യണം. കൊടുത്തിട്ടുണ്ട്, ഒന്നെങ്കിൽ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യുക അല്ലെങ്കിൽ ഇറ്റാലിക്സിൽ എഴുതുക. അതതിൻ്റെ റൂളാണ്. അടുത്ത നാലാമത്തെ റൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വേർഡ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സെക്കൻഡ് വിത്ത് സ്മോൾ ലെറ്റർ. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഫസ്റ്റ് വേർഡ് ക്യാപിറ്റലാണ്, സെക്കൻഡ് വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്ററിലാണ്.
ഈ റൂളുകളെല്ലാം പാലിച്ചാൽ മാത്രമേ സയൻറ്റിഫിക് നെയിം ആവുകയുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ടേംസ് പരിചയപ്പെടാം. ഇത് ക്ലാസിഫിക്കേഷൻ. എന്താണ് ക്ലാസിഫിക്കേഷൻ? തരംതിരിക്കൽ. പ്രോസസ് ബൈ വിച്ച് എനിത്തിങ് ഈസ് ഗ്രൂപ്പ്ഡ് ഇൻ ടു കൺവീനിയൻറ്റ് കാറ്റഗറീസ് ബേസ്ഡ് ഓൺ ഈസിലി ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ വെച്ചിട്ട് ഓരോ ജീവിവർഗത്തിനെയും തരംതിരിക്കുന്ന പ്രക്രിയയാണ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷനിൽ തന്നെ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇപ്പം നമ്മൾ താഴെ ഒരു 2-3 പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പിക്ചർ എന്ന് പറഞ്ഞാൽ ഹോഴ്സാണ്. അപ്പം നമ്മളതിനെ ഹോഴ്സ് എന്നുള്ള ഗണത്തിൽപ്പെടുത്തിയേക്കുക. രണ്ടാമത്തെ ബേർഡ്സ് ആണ്. അപ്പം ബേർഡ്സിൻ്റെ ഗണത്തിൽപ്പെടുത്തിയേക്കുക. അടുത്തത് ടാക്സോണമി. പ്രോസസ് ഓഫ് ക്ലാസിഫൈങ് ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ഇൻ ടു ഡിഫറെൻറ്റ് ടാക്സ ബേസ്ഡ് ഓൺ ക്യാരക്ടേഴ്സ്. ചില പ്രത്യേകതരം ക്യാരക്ടേഴ്സിൻ്റെ ബേസിൽ ഓർഗാനിസത്തിനെ വ്യത്യസ്ത തരമായിട്ടുള്ള ടാക്സയിൽ കാറ്റഗറൈസ് ചെയ്യുന്നതിനെയാണ് ടാക്സോണമി എന്ന് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ടാക്സ എന്ന് പറയുമ്പം നമ്മൾ പ്രധാനമായിട്ടും 7 ടാക്സാസാണ് കാണിച്ചിട്ടുള്ളത്. 7 ടാക്സാസ് ഞാൻ കാണിക്കാം. അപ്പം ഈ 7 വ്യത്യസ്ത ടാക്സയിൽ നമ്മൾ എല്ലാ ജീവജാലങ്ങളെയും ഉൾപ്പെടുത്തും. അപ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും ക്യാരക്ടർ വെച്ചിട്ട് 7 ടാക്സായിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയുന്നത്. ഈ ഒരു പ്രക്രിയ ചെയ്യുന്ന വ്യക്തികളെ ടാക്സോണമിസ്റ്റ് എന്ന് പറയും. ഇതാണ് ഞാൻ പറഞ്ഞ 7 ടാക്സ: കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇതിൽ ഏറ്റവും വലിയ ടാക്സ കിങ്ഡമാണ്, ഏറ്റവും ചെറിയ ടാക്സ സ്പീഷീസാണ്, ഏറ്റവും ലാസ്റ്റ് വൺ. ഓക്കെ, ഈ 7 ടാക്സകളെയും വിളിക്കുന്നത് ടാക്സോണമിക് കാറ്റഗറീസ് എന്നാണ്. അപ്പം നമ്മൾ ഒരു ഓർഗാനിസത്തിനെ എടുത്ത് ക്യാരക്ടർ വെച്ചിട്ട് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ടാക്സയിലേക്ക് നമ്മൾ അതിനെ ആഡ് ചെയ്യുന്നു. ഏതിലാണോ അതിൻ്റെ ക്യാരക്ടർ എന്നുള്ളത് മനസ്സിലാക്കി ഇങ്ങനെ ആഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഓർഗാനിസത്തിനെ ഈ ഡിഫറെൻറ്റ് ടാക്സയിൽ അറേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ടാക്സോണമിക് ഹൈറാർക്കി. ഓക്കെ, ഈ ടാക്സകളൊന്ന് മനസ്സിലാക്കി വെക്കുക. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എങ്ങനെയാണ് ഈ ഒരു ഓർഗാനിസത്തിനെ ഇങ്ങനെ ഡിഫറെൻറ്റ് ടാക്സയിൽ കാറ്റഗറൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. എക്സാമ്പിളായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് മാനാണ്. മാനിനെ എങ്ങനെയാണ് ടാക്സോണമിക് ഹൈറാർക്കിയിൽ ഉൾപ്പെടുത്തുന്നത് നോക്കാം. കിങ്ഡം കണ്ടോ? മാൻ്റെ കിങ്ഡം എന്ന് പറയുന്നത് അനിമാലിയാണ്. ഫൈലം കോർഡേറ്റ, ക്ലാസ് മമ്മേലിയ, ഓർഡർ പ്രൈമേറ്റ്സ്, ഫാമിലി ഹോമിനിഡെ, ജീനസ് ഹോമോ, സ്പീഷീസ് സാപ്പിയൻസ്. ഇപ്പം നിങ്ങൾക്ക് മുകളിലോട്ടുള്ളതൊന്നും വലുതായിട്ട് മനസ്സിലായില്ലെങ്കിലും ജീനസും സ്പീഷീസും പിടികിട്ടി കാണും. അപ്പം നമുക്ക് മാൻ്റെ സയൻറ്റിഫിക് നെയിം പറയാം. എന്താണ് സയൻറ്റിഫിക് നെയിം? ജീനസ് നെയിമും സ്പീഷീസ് നെയിമും കൂടെ ചേരുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മാൻ്റെ സയൻറ്റിഫിക് നെയിം ഒന്ന് നോക്കിയേ. ജീനസ് ഏതാ? ഹോമോ. സ്പീഷീസ് ഏതാ? സാപ്പിയൻസ്. അപ്പോൾ സയൻറ്റിഫിക് നെയിം ഓഫ് എ ഹ്യൂമൻ ബീങ് ഈസ് ഹോമോ സാപ്പിയൻസ്. ഓക്കെ, ഇനി നമുക്ക് ഈ 7 ടാക്സുകളെയും ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് സ്പീഷീസ്. സ്പീഷീസ് നേരത്തെ പറഞ്ഞു, ഏറ്റവും ചെറിയ ടാക്സ് ആണ് സ്പീഷീസ്, കുറച്ച് അംഗങ്ങളെ ഉണ്ടാവും. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസംസ്, ഏറ്റവും സിമിലാരിറ്റീസ് ഉള്ള ഓർഗാനിസത്തിനെയാണ് നമ്മൾ സ്പീഷീസ് എന്ന ഗണത്തിൽ പെടുത്തുന്നത്. അതുപോലെ തന്നെ ഹാവ് എബിലിറ്റി ടു ഇൻ്റർബ്രീഡ് ആൻഡ് പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓഫ് സ്പ്രിങ്. അതുപോലെ തന്നെ ആ ഒരു സ്പീഷീസിലുള്ള ജീവജാലങ്ങൾക്ക് തമ്മിൽ ഇൻ്റർബ്രീഡ് ചെയ്യാനും ഫെർട്ടൈലായിട്ടുള്ള കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യാനുമുള്ള എഫിഷ്യൻസിയുണ്ട്. ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളൊരാളെ പഠിച്ചു, ഏതാ? മ്യൂൾ എന്ന് പറയുന്നത്. മ്യൂൾ എന്ന് പറയുന്നത് ഡോങ്കിയുടെയും ഹോഴ്സിൻ്റെയും ഒരു ഹൈബ്രിഡാണ്, സങ്കരയിനമാണ്. അങ്ങനെ ഉണ്ടായ കുഞ്ഞാണ് മ്യൂള്. പക്ഷേ ഈ മ്യൂളിൻ്റെ ഒരു പ്രത്യേകത, അത് സ്റ്റെറൈലാണ്. അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള എഫിഷ്യൻസി ഇല്ല. അതിന് കാരണം എന്താ? ഈ ഹോഴ്സും ഡോങ്കിയും 2 വ്യത്യസ്ത സ്പീഷീസിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സ്പീഷീസിലുള്ളവർ ഇൻ്റർബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫെർട്ടൈലായിട്ടുള്ള കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം ഈ സ്പീഷീസിൻ്റെ ഒരു പ്രത്യേകത എന്താ? അവർ തമ്മിൽ, ഒരു സ്പീഷീസിലുള്ളവ തമ്മിൽ ഇൻ്റർബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫെർട്ടൈലായിട്ടുള്ള ഓഫ് സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയണം. അങ്ങനെയുള്ളവയെ മാത്രമേ നമുക്ക് സെയിം സ്പീഷീസ് എന്ന് പറയാൻ കഴിയുള്ളൂ. താഴെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഹോഴ്സ് അതൊരു സ്പീഷീസിൽ പെട്ടതാണ്. ജിറാഫ് എന്ന് പറയുന്നത് വേറൊരു സ്പീഷീസിൽ. ഇവ തമ്മിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഫെർട്ടൈൽ ഓഫ് സ്പ്രിങ് ഉണ്ടാകത്തില്ല. ജീനസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്. ഏറ്റവും സിമിലാരിറ്റി ഉള്ള 2-3 സ്പീഷീസ് ചേരുന്നതാണ്
ജീനസ് എന്ന് പറയുന്നത്, ഒരു ജീനസ് എന്ന് പറയുന്നത്. അപ്പം താഴെ രണ്ടൊന്ന് പിക്ചർ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് മനസ്സിലായി കാണും. 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിസാർഡാണ്. ഈ ലിസാർഡിൻ്റെ പ്രത്യേകത നോക്കിയാൽ എല്ലാം ലിസാർഡ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ത്രോട്ട് പോർഷനിൽ ഒരു കളർ ഡിഫറൻസും അതിൻ്റെ ഷേപ്പിൽ ഡിഫറൻസും ഉണ്ട്. പ്രൊജക്ഷനിൽ ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ട്. ആ ഡിഫറൻസസ് കാരണം ഇവ 4 വ്യത്യസ്തമായിട്ടുള്ള സ്പീഷീസിൽ പെടും. ഇതാണ് അതിൻ്റെ ക്യാരക്ടറിൽ വന്ന വ്യത്യാസം. ഇവയുടെ എല്ലാം ജീനസ് നെയിം അന്നോലിസ് ആണ്. സ്പീഷീസ് നെയിം വരുമ്പോൾ ഓരോന്നിനും ഓരോ പേരുകളായിരിക്കും. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫാമിലി എന്താ? ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനീറ. നമ്മൾ നേരത്തെ പറഞ്ഞ ജീനസിൽ ഏകദേശം സിമിലർ ആയിട്ട് വരുന്ന ഏറ്റവും സിമിലാരിറ്റീസ് ഉള്ള കുറച്ച് ജീനസിനെ എടുക്കുമ്പം ഒരു ഫാമിലി ആവും. എക്സാമ്പിൾ നോക്കാം. ഹോഴ്സ്, ഡോങ്കി, സീബ്ര. ഇവ 3 ഇക്വിഡേ എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽ പെട്ടതാണ്. ഒരൊറ്റ ഫാമിലി. ഇത് നോക്കിയാൽ നമുക്കറിയാം ഇതിൻ്റെ 3ൻ്റെയും ജീനസും സ്പീഷീസും എല്ലാം വേറെയാണ് അല്ലേ? ഹോഴ്സിൻ്റെയും ഡോങ്കിയുടെയും സീബ്രയും ഒക്കെ വേറെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ് അവർക്ക് ഉള്ളത്, വ്യത്യസ്തമായിട്ടുള്ള ജീനസ് ആണുള്ളത്. പക്ഷേ ഇവർ 3 പേരും ഒരു ഫാമിലിയിൽ പെട്ടു. അതിന് കാരണം താഴെ കൊടുത്തിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇക്വിഡേ ഫാമിലി. എന്തുകൊണ്ടാണ് ഇവ 3നെയും ഇക്വിഡേ എന്ന് പറയുന്ന ഒറ്റ ഫാമിലിയിൽ പെടുത്തിയതിന് കാരണം ദേ ആർ ഹെവിലി ഹെയർഡ് ബട്ട് ലെങ്ത് ഓഫ് ഹെയർ ഈസ് വാരിയബിൾ. അവരെല്ലാം ഒത്തിരി ഹെയർസ് ഉള്ളവരാണ്, പക്ഷേ അതിൻ്റെ ഹെയർസിൻ്റെ ലെങ്തിൽ വേരിയേഷൻസ് ഉണ്ട്, അതറിയാലോ. അതുപോലെ തന്നെ ഇവരെല്ലാം നടക്കുന്നത് ടോസിൻ്റെ ടിപ്സ് വെച്ചിട്ടാണ്. കാലിൻ്റെ ആ പോർഷനിലെ ടോസിൻ്റെ ടിപ്പ് വെച്ചിട്ടാണ് ഇവരെല്ലാം നടക്കുന്നത്. ഈ 2 ക്യാരക്ടറും അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറും സിമിലറായി വന്നതുകൊണ്ടാണ് ഇവയെ ഒറ്റ ഫാമിലിയിൽ പെടുത്തിയത്. അടുത്തതായിട്ടുള്ളത് ഓർഡർ. ഫാമിലിക്ക് മുകളിലാണ് ഓർഡർ. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഫാമിലി. അപ്പം ഇതുപോലെ ഏകദേശം സിമിലാരിറ്റി ഉള്ള കുറേ ഫാമിലികൾ ചേരുമ്പോൾ ഒരു ഓർഡർ ആവും. പെരിസോഡാക്റ്റൈല എന്ന് പറയുന്ന ഓർഡറിൽ പെട്ടതാണ് ഇക്വിഡേയും റൈനോസെറോയിഡയും. ഇക്വിഡേ നമുക്കറിയാം ഹോഴ്സിൻ്റെ ഫാമിലിയാണ്. റൈനോസെറോയിഡ എന്ന് പറയുന്നത് ആരുടെ ഫാമിലിയാണ്? റൈനോസറസിൻ്റെ ഫാമിലിയാണ്. നമുക്കറിയാം അതിനെ ഫിസിക്കലി നോക്കുമ്പം വ്യത്യസ്തമായിട്ടുള്ള ഓർഗാനിസംസ് ആണ്, പക്ഷേ എന്തൊക്കെയോ സിമിലാരിറ്റീസ് കാരണം ഇവരെ 2 പേരെയും ഒരു ഓർഡറിൽ പെടുത്തിയിരിക്കുകയാണ്. 2 ഫാമിലിയാണ്, പക്ഷേ ഒറ്റ ഓർഡറിലാണ് പെടുത്തിയിരിക്കുന്നത്. അടുത്തതായിട്ടുള്ളത് ക്ലോസ്ലി റിലേറ്റഡ് ഓർഡർ. ഒത്തിരി സിമിലാരിറ്റീസ് ഉള്ള കുറച്ച് ഓർഡർ ചേരുമ്പോൾ ഒരു ക്ലാസ്. എക്സാമ്പിൾ മമേലിയക്കകത്ത് ഹോഴ്സ് ഉണ്ട്, എലഫൻ്റ് ഉണ്ട്, അതുപോലെ ഹ്യൂമൻ ബീങ്സ് ഉണ്ട്. അടുത്തത് ഫൈലം അല്ലെങ്കിൽ ഡിവിഷൻ. ഇത് ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് തമ്മിലുള്ള സിമിലാരിറ്റീസ് വെച്ചിട്ട് ഒരു സെയിം ഫൈലത്തിൽപ്പെടുന്നതാണ്. എക്സാമ്പിൾ കോർഡേറ്റ എടുക്കുകയാണെങ്കിൽ എലഫൻ്റ് ഉണ്ട്, ഹ്യൂമൻ ബീങ്സ് ഉണ്ട്, കുറച്ച് ആനിമൽസ് ഉണ്ട്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് ബിഗ്ഗസ്റ്റും ആയിട്ടുള്ള ടാക്സ ആണ്. 7ാമത്തെ ടാക്സ കിങ്ഡം. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഫൈലം നോക്കുമ്പം സിമിലാരിറ്റീസ് ഉള്ള ഫൈലം എല്ലാം കൂടെ ചേർത്ത് ഒരു കിങ്ഡം ആക്കും. കിങ്ഡം അനിമേലിയ എടുത്തു കഴിഞ്ഞാൽ അനിമൽസ്, കിങ്ഡം പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ്സ്. ഇതാണ് എക്സാമ്പിൾ. ഓക്കെ, ഇതുവരെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ്റെ കുറച്ച് ടേംസ് കഴിഞ്ഞു. ഇനി അതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് നോക്കാൻ പോകുന്നത്. കുറച്ച് ടാക്സോണമിക്കൽ എയ്ഡ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഹെർബേറിയം. Herbarium is a storehouse of collected plant specimens that are dried, pressed and preserved on sheets. ഹെർബേറിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈവായിട്ടുള്ള പ്ലാന്റ്സിനെ കളക്ട് ചെയ്യുക, എന്നിട്ട് അതിനെ പ്രസ് ചെയ്ത് അതിനെ ഉണക്കിയിട്ട് നമ്മളതിൻ്റെ ഷീറ്റ്സിൽ ഫിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിൻ്റെ ലേബലിംഗ് ചെയ്യും. സയൻറ്റിഫിക് നെയിം, കളക്ട് ചെയ്ത ആളുടെ പേര്, അതുപോലെ കളക്ട് ചെയ്ത പ്ലേസ്, ഡേറ്റ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം എഴുതി നമ്മൾ പ്ലാന്റ്സിനെ പ്രിസർവ് ചെയ്തു. ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഫർദർ റിസർച്ചിന് വേണ്ടിയും അതുപോലെ പ്ലാന്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുള്ളാണ്. താഴെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്ത കുറച്ച് ഹെർബേറിയംസ് ആണ്. ഫസ്റ്റ് ഹെർബേറിയം എന്ന് പറയുന്നത് കോഫിയാണ്, കോഫിയുടെ പ്ലാന്റ് ആണ്. സെക്കൻഡ് വൺ സിസാൽപ്പിനിയ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ഹെർബേറിയം ആണ്. ലാസ്റ്റ് വൺ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഹിബിസ്കസിൻ്റെയാണ്. ഈ ഹെർബേറിയത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഹെർബേറിയം വെക്കുമ്പം ഫ്ലവേഴ്സും അതുപോലെ തന്നെ ട്വിഗാണ് എടുക്കുന്നത്. ഏറ്റവും ടോപ്പ് പോർഷനിൽ ട്വിഗ് എടുക്കും, ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ. നെക്സ്റ്റ് വൺ ബൊട്ടാണിക്കൽ ഗാർഡൻ.
ബൊട്ടാണിക്കൽ ഗാർഡൻ എല്ലാവർക്കും അറിയാമായിരിക്കും. കളക്ഷൻ ഓഫ് ലിവിങ് സ്പെസിമെൻ. ഹെർബേറിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. നമ്മളവിടെ ഡ്രൈ ആയിട്ടുള്ള സ്പെസിമെനാണ് വെക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ചെടികളെ വളർത്തുക ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്ന പോലെ വെറുതെ പ്ലാന്റ്സിനെ വളർത്തുകയല്ല, നമ്മളതിനെ സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് ബൊട്ടാണിക്കൽ ഗാർഡൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ പ്ലാന്റ്സിനും അതിൻ്റെ സയൻറ്റിഫിക് നെയിമും ഫാമിലിയും അതിൻ്റെ ക്യാരക്ടേഴ്സും എല്ലാം വെച്ചിട്ട് ലേബലിംഗ് ചെയ്താണ് അവിടെ വെക്കാറ്. ഒരു എക്സാമ്പിൾ പറയാം. നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ, അതുപോലെ തന്നെ ക്യൂ ബൊട്ടാണിക്കൽ ഗാർഡൻ, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഉണ്ട്. മ്യൂസിയം. മ്യൂസിയം ഈസ് ദ കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽ സ്പെസിമെൻ. അതായത് പ്ലാന്റ്സിൻ്റെയോ അനിമൽസിൻ്റെയോ ഒക്കെ പ്രിസർവ്ഡ് ഫോമാറ്റിൽ കാണപ്പെടുന്ന സ്പെസിമെനുള്ള സ്ഥലമാണ് മ്യൂസിയം. നമ്മളിതിനെ പ്രിസർവ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്പെസിമെൻസ് പ്രിസർവ്ഡ് ഇൻ ജാർസ് വിത്ത് പ്രിസർവേറ്റീവ് സൊല്യൂഷൻ ഓർ ആസ് ഡ്രൈഡ് സ്പെസിമെൻ. ഒന്നെങ്കിൽ നമ്മളതിനെ വലിയ ജാറിലോ വലിയ കണ്ടെയ്നറിലോ പ്രിസർവേറ്റീവ് ഒക്കെ ഉപയോഗിച്ച് ഫോർമാൽഡിഹൈഡോ അങ്ങനത്തെ പ്രിസർവേറ്റീവ്സിനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കും, പ്ലാന്റ്സിനെയും അനിമൽസിനെയും ഒക്കെ നശിച്ചു പോകാതിരിക്കാൻ, കുറേ കാലം നിലനിൽക്കാൻ. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഉണക്കി പ്രിസർവ് ചെയ്യും. നമ്മൾ ഹെർബേറിയത്തിൽ ചെയ്ത പോലെ തന്നെ അനിമൽസിനെ ഉണക്കി പ്രിസർവ് ചെയ്യും, ആ രൂപത്തിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയും പ്രിസർവ് ചെയ്യും. നെക്സ്റ്റ് വൺ, സുവോളജിക്കൽ പാർക്സ്, പ്ലേസ് വെയർ ലൈവ് അനിമൽസ് ആർ പ്രൊട്ടക്റ്റഡ്. അതറിയാമല്ലോ. അടുത്ത ടാക്സോണമിക്കൽ എയ്ഡ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ടാക്സോണമിക്കൽ എയ്ഡ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ബേസ്ഡ് ഓൺ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. കീ എന്ന് പറയുന്നത് നമുക്ക് പ്ലാന്റ്സിനെ അനിമൽസിൻ്റെയും പേരുകളെ അതുപോലെ അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ടാക്സോണമിക്കൽ എയ്ഡാണ് കീ എന്ന് പറയുന്നത്. കീ എന്ന് പറയുമ്പം മനസ്സിലാക്കേണ്ടത്, ആ കീ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിനകത്ത് കാണുന്നത്. എന്നുവെച്ചാൽ ഇന്ന പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ്, ഈ ഫാമിലിയിൽപ്പെട്ടവയ്ക്ക് ഇന്ന ക്യാരക്ടേഴ്സ് ഉണ്ടാവണം, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ കീ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അനിമലിനെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ അത് ഏത് ഫാമിലിയിൽപ്പെട്ടതാണ്, ഏത് ഓർഡറിൽപ്പെട്ടതാണ്, ഏത് ക്ലാസ്സിൽപ്പെട്ടതാണ്, അതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്, ഇതൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് ഈ കീ നോക്കിയിട്ടാണ്. ഓക്കെ. Separate keys are present in each taxonomic categories like family, genus, species. പിന്നെ ഒരു പ്രത്യേകത, എല്ലാ ടാക്സോണമിക് കാറ്റഗറീസിലും, ടാക്സോണമിക് കാറ്റഗറീസ് നമ്മൾ പറഞ്ഞു, ആ പിരമിഡിനകത്ത് 7 ടാക്സോണമിക് കാറ്റഗറീസ്, അത് അനിമൽസിൻ്റെയാണ്, അതുപോലെ പ്ലാന്റ്സിനും ഉണ്ട്. അപ്പം ഈ എല്ലാ ടാക്സോണമിക് കാറ്റഗറീസിനും വ്യത്യസ്തമായിട്ടുള്ള കീകളാണ്. അതായത് ഫാമിലിക്ക് ഒരു കീ, ജീനസിന് വേറൊരു കീ, സ്പീഷീസിന് വേറൊരു കീ, അങ്ങനെ ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള കീകളുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടും ഇവിടെ അവസാനിച്ചു. ഇനി അടുത്ത ചാപ്റ്ററാണ് അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ, യൂസ്ഫുൾ ആണെന്ന് തോന്നിയെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.